ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, നെടുങ്കണ്ടം തൂക്കുപാലത്തെ കർഷകനായ ശ്രീ കെ രമേശന്റെ കാർഷിക അനുഭവങ്ങളാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. ഇന്ന് നമ്മോടൊപ്പമുള്ള കർഷകൻ കരുണാപുരം പഞ്ചായത്തിലെ പ്രകാശ് ഗ്രാം, അന്യാർതൊളു തുടങ്ങിയ സ്ഥലങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും തൂക്കുപാലത്ത് തന്നെ മറ്റ് കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങളിലും ഒക്കെ ഏർപ്പെടുന്ന ഇവിടുത്തെ ഒരു ആദ്യകാല കർഷകനായ രമേശൻ കെ മൈനാകമാണ് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം സാർ. നമസ്കാരം. സാറിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്? ഇപ്പോഴത്തെ എൻ്റെ പ്രധാനപ്പെട്ട കൃഷി നാണ്യവിളയാണ്. ഏലം കൃഷി ചെയ്യുന്നുണ്ട്, കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് സ്ഥലം ഞാൻ ലീസിന് കൊടുത്ത് കൃഷി ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം മാർക്കറ്റ് ചെയ്യാനുള്ള വേദികളൊക്കെ ഒരുക്കുന്നുണ്ട്. സാറിന് പഠനം, വിദ്യാഭ്യാസം ഒക്കെ എവിടെയായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു? ഞാനിവിടെ തൂക്കുപാലത്തെ വിവിധ സ്കൂളുകളാണ് പഠിച്ചത്. ഹൈസ്കൂൾ പഠനം കല്ലാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ, പ്രീ ഡിഗ്രി പഠനം ദേവസ്വം ബോർഡ് കോളേജിലായിരുന്നു, നെരിയമ്പാറ. പിന്നെ അതിന് ഡിഗ്രി പഠനം ഞാൻ ചങ്ങനാശ്ശേരി NS കോളേജിലായിരുന്നു. അപ്പോൾ ഈ പഠിക്കുന്ന കാലത്തും കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നോ? അല്ലെങ്കിൽ ഈ ഇവിടെ സാറിൻ്റെ ചെറുപ്പകാലത്തെ കാർഷിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പറയാമോ? അതെ, എനിക്ക് ഓർമ്മയുള്ളപ്പോഴേ കൃഷിഭൂമിയും കൃഷിയിടമാണ് എൻ്റെ മനസ്സിൽ. അന്ന് 59 ഞാൻ ജനിക്കുന്നത്. ഒരു 66 കാലഘട്ടത്തിലൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ഈ കരനെല്ല് കൃഷി, അതുപോലെ തന്നെ മില്ലറ്റ് കൃഷി തുടങ്ങിയവയായിരുന്നു. കരിമ്പ്, പുൽകൃഷി, പുൽത്തൈലം, കരിമ്പാട്ട്, ഇതൊക്കെയായിരുന്നു അച്ഛൻ്റെ തൊഴിൽ, ഉപജീവന മാർഗം. അപ്പോൾ അതിനെല്ലാം സ്കൂളിൽ പോകുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ സഹായിക്കും. പിന്നീട് ധാന്യങ്ങൾ എല്ലാം നാണ്യവിളയിലേക്ക് വഴിമാറി. നമ്മുടെ കുരുമുളകും ഒക്കെ കൃഷി വ്യാപകമായി. അപ്പം കുരുമുളക് പറിക്കുക, നടുക, എല്ലാ മേഖലകളിലും കാർഷിക മേഖലയിൽ ഞാൻ ഇടപെടുമായിരുന്നു. ഈ ആദ്യകാലത്തുണ്ടായിരുന്ന കൃഷികൾ മാറി പിന്നെ കുരുമുളകൊക്കെ വന്നെന്ന് പറഞ്ഞല്ലോ, അതെന്താണ് അങ്ങനെ? നെൽകൃഷി, അതുപോലെ കരിമ്പ് കൃഷി, അത്തരം കാര്യങ്ങളൊക്കെ മാറി നാണ്യവിളയിലേക്ക് ആൾക്കാർ മാറാനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു? ഒന്ന്, കാലാവസ്ഥ മാറി, മണ്ണിൻ്റെ ഘടന മാറി. കരിമ്പ് കൃഷിക്കും അതുപോലെ നെൽകൃഷിക്കുമുള്ള കാലാവസ്ഥ മാറ്റങ്ങളുണ്ടായി. പ്രകൃതിയെ നമ്മൾ കൃഷി ചെയ്യുമ്പം കുറച്ചൊക്കെ നശിക്കപ്പെടും. അങ്ങനെ വന്നപ്പോൾ കാലാവസ്ഥയിൽ ഗണ്യമായ മാറ്റം വന്നു. പിന്നെ നാണ്യവിളകളാണ് ഏറ്റവും കൂടുതൽ പണം കണ്ടെത്താൻ കർഷകന് പറ്റുന്ന ഏറ്റവും നല്ല കൃഷിയാണ് കുരുമുളക്. അതിൽ നിന്നാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പണം ഞങ്ങൾ സമ്പാദിച്ചിട്ടുള്ളത്. കൃഷിയിൽ നിന്നുള്ള വരുമാനമാണ് ഞങ്ങളെ പഠിക്കുവാനും അല്ലെങ്കിൽ ജോലി നേടാനൊക്കെ പ്രാപ്തരാക്കിയിട്ടുള്ളത്. ഈ ആദ്യകാലങ്ങളിലൊക്കെ ഈ ഇഞ്ചി, കപ്പ തുടങ്ങിയ കൃഷികളൊക്കെ ഇവിടെ ഇല്ലായിരുന്നോ? കപ്പ ഇഷ്ടമാണ്. കപ്പ തമിഴ്നാട്ടിലേക്ക് കഴുതകൾ വന്ന് കൊണ്ടുപോകുമായിരുന്നു. പിന്നീട് കഴുതകൾക്ക് പകരം പിന്നീട് റോഡെല്ലാം വന്നോടി ലോറിക്കണക്കിന് കപ്പ പറിച്ചു കൊടുക്കുമായിരുന്നു. ഈ തൂക്കുപാലത്തെ ആദ്യകാല യാത്രാ സൗകര്യങ്ങൾ, അതുപോലെയുള്ള റോഡുകൾ, അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു? അതൊക്കെ ഒന്ന് പറയാമോ? ആദ്യകാല റോഡ് സൗകര്യം ഞങ്ങളൊക്കെ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ പാമ്പാടുംപാറ വരെ ബസ് ഉണ്ടായിരുന്നുള്ളൂ. പാമ്പാടുംപാറയിൽ നിന്ന് ബസ് കയറി പോകുമായിരുന്നു. പിന്നീട് രാമക്കൽമട്ടിലേക്ക് പൊൻകുന്നത്ത് നിന്ന്, പാലായിൽ നിന്നും ചില സ്വകാര്യ ബസ്സുകൾ സർവീസ് തുടങ്ങിയിരുന്നു. അന്ന് ഇപ്പോഴില്ല. അന്ന് പിന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്നൊക്കെ രാവിലെ ചങ്ങനാശ്ശേരിക്കൊക്കെ ഇവിടുന്ന് പ്രൈവറ്റ് ബസ് രാമക്കൽമട്ടിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുരുമുളക്, അതുപോലെ ഏലം തുടങ്ങിയവയെല്ലാം ആദ്യ കാലത്തുണ്ടായിരുന്ന കൃഷികളെ ഇല്ലാതാക്കിക്കൊണ്ട് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ കുരുമുളകൊക്കെ എവിടെ നിന്നാണ്, എന്തിനും കുരുമുളകാണ് കൃഷി ചെയ്തിരിക്കുന്നത്? കുരുമുളകിൻ്റെ കാലം ഇപ്പം മാറി. അതായത് ഞാൻ പറഞ്ഞ ആദ്യം ഈ ഭക്ഷ്യ വസ്തുക്കൾ കൃഷി ചെയ്തു. അത് കഴിഞ്ഞ് അത് കുരുമുളക് കാപ്പി കൃഷിയിലേക്ക് മാറി. കുരുമുളകിന് അസുഖം ബാധിച്ചു. അതുപോലെ തന്നെ ഫലപ്രദമായ റീപ്ലാന്റിങ് സ്കീമുകളൊക്കെ ഗവൺമെൻറ് കൊണ്ടുവന്നെങ്കിലും അത് കർഷകരുടെ ഇടയിൽ അത്ര ഗുണം ചെയ്തില്ല. കാരണം നടിയിൽ വസ്തുക്കളുടെ കുറവ്, അതിൻ്റെ പിന്നെ എല്ലാം കൊണ്ടും കുരുമുളക് കൃഷി ഇവിടെ അന്യം നിന്ന് പോകുന്ന ഘട്ടത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ അതെല്ലാം ഏലം കൃഷി, ഏലം മേഖല കൈയടക്കി നല്ല വരുമാനം ഏലത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിപണി ഒക്കെ ഓപ്ഷനൊക്കെ കാര്യക്ഷമമായിട്ട് നടക്കുന്നുള്ളതുകൊണ്ട് ദൈനംദിനം വില
ഏലത്തിന് കിട്ടുന്നുണ്ട്. അതുപോലെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഈ മേഖലയിലുണ്ട്. അപ്പം നമ്മുടെ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കെല്ലാം ഈ ഏലം കൃഷിയിൽ തൊഴിലവസരമുണ്ട്. ഏലം ഒരു കൃഷി മാത്രമല്ല, ഒരു വ്യവസായം കൂടിയാണ്. അതിൻ്റെ ഡ്രയറുകൾ മറ്റു കാര്യങ്ങൾ. അപ്പം ഇടുക്കി ജില്ലയിൽ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർക്ക് തൊഴിൽ പ്രദാനം ചെയ്യുന്ന കൃഷിയാണ്. അതാണ് അതിൻ്റെ ഒരു മാന്യത. അപ്പോൾ ആ കൃഷി കൂടി നല്ല രീതിയിൽ നടന്നു പോയില്ലെങ്കിൽ ഇവിടെ ഒരു പട്ടിണിയെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ഇപ്പം ഏലം മേഖലയിൽ ഏലം ഒരു വ്യവസായമായതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നത്. ഈ ഏലം കൃഷി പ്രധാനമായിട്ടും ആൾക്കാർ കൂടുതൽ കൃഷി ചെയ്യാൻ ഒരു കാരണം പറയുന്നത് പെട്ടെന്ന് തന്നെ ആദായം ലഭിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൾക്കാർ ഏലകൃഷിയിലേക്ക് തിരിയുകയും ഇപ്പോൾ സാമാന്യം ഭേദപ്പെട്ട വില ലഭിക്കുന്നതുകൊണ്ട് കൂടുതൽ ആളുകൾ കൂടുതൽ സ്ഥലം മറ്റു കൃഷികൾ മാറ്റിയിട്ട് തന്നെ ഏലം കൃഷി ചെയ്യുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? അതെ, ഏലം ഒന്ന് പെട്ടെന്ന് പൈസ കിട്ടും. നമുക്ക് നട്ട് 2-3 വർഷം കഴിയുമ്പോൾ ആദായം എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൻ്റെ വിപണി വളരെ എളുപ്പമാണ്. ഏലക്ക വിൽക്കാൻ വളരെ എളുപ്പമാണ്, കാരണം അതിന് നല്ല ഡിമാൻഡുണ്ട്. പിന്നെ അതിൻ്റെ ചിലവ് ഒത്തിരി കൂടും. ആകെ കിട്ടുന്ന വിലയുടെ ഒരു 70% ഇനി ചിലവായിട്ട് പോകുന്നുണ്ട്. അതൊരു പ്രശ്നം തന്നെയാണ്. പിന്നീട് ഏലത്തിന് കൃഷിക്ക് ചില പ്രകൃതിയെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഈ കീടനാശിനി പ്രയോഗം, അതുപോലെ തന്നെ പ്രകൃതിയുടെ ഈ മരം മുറിക്കൽ. അപ്പോൾ അതിനെതിരായിട്ട് നമ്മുടെ ICRI മയിലാടുംപാറ ഏല ഗവേഷണ കേന്ദ്രമുണ്ട് പാമ്പാടുംപാറ. ഇവിടുത്തെ സയൻറ്റിസ്റ്റുകളും അതിൻ്റെ അധികൃതരുമൊക്കെ കർഷകരെ ശരിക്കും ബോധവൽക്കരിക്കുന്നുണ്ട്. പക്ഷേ ഒരു നല്ലൊരു ശതമാനം കർഷകരും ഈ ബോധവൽക്കരണത്തിൽ പെടുന്നില്ല. അവർ പ്രാകൃതമായിട്ട് അല്ലെങ്കിൽ കീടനാശിനി കമ്പനിക്കാരുടെയും അല്ലെങ്കിൽ വളം കമ്പനിക്കാരുടെയും അഭിപ്രായങ്ങൾ കേട്ട് അശാസ്ത്രീയമായ കൃഷി രീതികളാണ് നല്ലൊരു ശതമാനം കൃഷിക്കാരും പ്രത്യേകിച്ച് ചെറുകിട കർഷകർ ചെയ്യുന്നത്. അപ്പോൾ ഇവരെ ഈ നല്ല ഏലം കൃഷി, അതായത് ഇതൊരു കഴിക്കാനുള്ള സാധനമാണ് എന്നുള്ള ബോധ്യത്തിൽ ഈ നല്ല ശുദ്ധമായ ഏലക്ക നല്ല രീതിയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം ഈ മയിലാടുംപാറയിലെ ഏല ഗവേഷണ കേന്ദ്രം ICRI, പാമ്പാടുംപാറയിലെ കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള ഏല ഗവേഷണ കേന്ദ്രത്തിലെ സയൻറ്റിസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതെല്ലാം മനസ്സിലാക്കി ഈ ഏലം കൃഷി നല്ല രീതിയിൽ ശാസ്ത്രീയമായ ഏലം കൃഷി ചെയ്യുന്ന കാര്യത്തിൽ ഒരു നല്ല ശതമാനം കർഷകരും പുറകിലാണ്. ആ ഒരു ന്യൂനത പരിഹരിക്കണം. ഈ ഏലം കൃഷി കുറെ 70% ചെലവ് വരുന്നുണ്ടെന്ന് സാർ പറഞ്ഞല്ലോ. അത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് പറയാം. ചിലവ് ഏറ്റവും മുമ്പ് നിൽക്കുന്ന ലേബർ ചാർജാണ്. ലേബർ ചാർജ് ഏറ്റവും മുമ്പ് നിൽക്കുന്നു. പിന്നെ വളം, കീടനാശിനി, ഇറിഗേഷൻ, ജലസേചന സൗകര്യങ്ങൾ, ഇതെല്ലാം ആണ് ചിലവിൻ്റെ നല്ലൊരു ഭാഗം കൊണ്ടുപോകുന്നത്. കൂലിക്കാരെ അല്ലെങ്കിൽ പണിക്കാരെ കൂട്ടുമ്പോൾ ഒരേക്കർ സ്ഥലത്ത് പണിയാനാണെങ്കിൽ എത്ര ആളുകൾ ഡെയിലി പണിയേണ്ടി വരും? നമ്മൾ ഒരു ശരാശരി ഒരു 1000-ലധികം തൊഴിൽ ദിനങ്ങൾ ഒരേക്കറിൽ വേണ്ടി വരും. തമിഴ്നാട്ടിൽ നിന്നാണ് കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് തൊഴിലാളികളെ കൊണ്ടുവരുന്നത്. ഈ ദൈനംദിനം ഏലത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും നോക്കി ചെയ്തെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ആദായം ലഭിക്കുകയുള്ളൂ, അല്ലേ? അതെ, അത്രയേ ഉള്ളൂ. ദൈനംദിനം ശ്രദ്ധിക്കണം. പിന്നെ ജലസേചനം ഒരു അനിവാര്യ ഘടകമാണ്. അത് വേനൽക്കാലങ്ങളിൽ. അതെ. പിന്നീട് ഈ വളപ്രയോഗം എത്ര തവണ എങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും? വളപ്രയോഗം നമ്മളത് ഏലത്തിന് അത് ഒന്ന് മണ്ണ് പരിശോധിച്ച് ചെയ്യാവും. ഞങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ്. മയിലാടുംപാറയിൽ അതുപോലെ പാമ്പാടുംപാറയിലൊക്കെ സൗജന്യമായിട്ട് മണ്ണ് പരിശോധിച്ച് തരും. കൃഷിഭവനുകളിലും പരിശോധിച്ച് തരും. പക്ഷേ മണ്ണ് പരിശോധിച്ച് മാത്രമേ വളം ചെയ്യാവൂ. അങ്ങനെ വളം ചെയ്ത് കീടനാശിനി പ്രയോഗത്തിനും പ്രത്യേക ഒരു മാനദണ്ഡമുണ്ട്. അതെല്ലാം പാലിച്ച് സുരക്ഷിതമായ ഏലക്ക ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഇതിന് വില കൂടും. ഇപ്പം വില കുറയാനതിൻ്റെ ഒരു കാരണം തന്നെ ഇതിനുള്ള വിഷാംശമാണ്. ഈ വർഷത്തിൽ എത്ര തവണ വളപ്രയോഗം വേണ്ടി വരും? വർഷത്തിലൊരു അത് നമ്മുടെ മണ്ണ് പരിശോധിച്ച് അത് നമുക്കറിയാം. ഓരോരുത്തർക്ക് ചിലപ്പോൾ 2 തവണ ചെയ്യേണ്ടി വരും, ചിലർ 4 തവണ ചെയ്യും, ചിലത് ഓരോ മാസവും ചെയ്യും. ഇപ്പോൾ പുതിയ ഇനം വളങ്ങളുണ്ട്, നാനോ വളങ്ങൾ, ഫോളിയാർ വളങ്ങൾ. അത് ഇല വഴിയാണ്. അപ്പോൾ മണ്ണിലോട്ട് മൊത്തം കൊണ്ട് നമ്മൾ ഇടുന്ന പ്രവണതയൊക്കെ അവസാനിപ്പിച്ച് നാനോ വളങ്ങളുണ്ട്. ഇഫ്കോ പോലുള്ള നല്ല കമ്പനികളുടെ ഏറ്റവും നല്ല വളങ്ങളുണ്ട്. അതിനെല്ലാം ഈ പഠനം അനിവാര്യമാണ്. കർഷകർ, ഇതിൻ്റെ സയൻറ്റിസ്റ്റുകളും ഇവരും ഒക്കെ പറയുന്നത് പഠിച്ചുകൊണ്ട് ഏലം കൃഷിക്ക് പോകാവും. എല്ലാ കൃഷിയും അങ്ങനെയാണ്. അല്ലാതെ ഇത് പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന രീതിയിൽ കൃഷി ചെയ്യാൻ പോയാൽ ആ കർഷകൻ ആത്മഹത്യയിലേക്ക് പോകും. കാരണം അവൻ്റെ ചിലവ് കൂടുകയും വരുമാനം കുറയുകയും ചെയ്യും. അപ്പോൾ ആ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലവ് കണ്ടെത്തി അതിനനുസരിച്ചാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए, कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए, कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഇനി മറ്റൊരു കാര്യം, ഈ കീടനാശിനി പ്രയോഗമാണല്ലോ പ്രധാനമായിട്ടും വിഷാംശം കൂടുതലായിട്ട് വരുന്നതിനൊരു കാരണം. അപ്പോൾ അത് എത്ര ദിവസം കൂടുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് സാറിൻ്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം 45 ദിവസം കൂടുമ്പോഴാണ് കീടനാശിനി പ്രയോഗം ചെയ്യേണ്ടത്. അത് ഇതുപോലെ സയൻറ്റിസ്റ്റുകൾ പറയുന്ന മുറയ്ക്ക് ഇപ്പം നമ്മൾ ഇവിടെ ഒരുമാതിരിപ്പെട്ട ലേബലിലുള്ള കീടനാശിനി നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് സുരക്ഷിതമായ രാസകീടനാശിനികൾ ഇന്ന് വിപണിയിലുണ്ട്. അത് അതിൻ്റെ കറക്റ്റ് അളവിൽ ആണ് കൊടുക്കേണ്ടത്. ഇന്ന് കർഷകർ ചെയ്യുന്ന അളവ് ഈ കടക്കാർ പറയുന്ന അളവാണ്. അത് പലപ്പോഴും കിനാലപോസ് ആയാലും അല്ലെങ്കിൽ മറ്റ് അതുപോലെയുള്ള കീടനാശിനിയാണ് വ്യാപകമായിട്ട് പ്രയോഗിക്കുന്നത് നമ്മൾ. അപ്പോൾ അതിൻ്റെ അളവ്, അതിൻ്റെ വെള്ളത്തിൽ ലയിപ്പിക്കേണ്ട അളവെല്ലാം കൃത്യമായിട്ട് നമ്മൾ പാലിച്ചിരിക്കണം. അങ്ങനെ പാലിക്കുന്നില്ല, അതാണ് ഈ വിഷം കൂടാൻ കാരണം. പച്ച നിറം, അതുപോലെ നീല നിറം, മഞ്ഞ നിറം, ചുവന്ന നിറം, ഈ തരത്തിലാണല്ലോ കീടനാശിനികൾ നമുക്ക് ലഭിക്കുന്നത്. അതിൽ പച്ച, നീല എന്നീ നിറങ്ങളിലുള്ള കീടനാശിനികൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വിഷാംശം ഗണ്യമായ അളവിൽ കുറയ്ക്കാനാകുമെന്നാണ് സാറിൻ്റെ അഭിപ്രായം, അല്ലേ? അതെ അതെ അതെ, കുറയ്ക്കാനാവും. പിന്നെ നമ്മൾ വിളവെടുപ്പിന് ഒരു 30 ദിവസം മുമ്പ് തന്നെ കീടനാശിനി അടിക്കണം. വിളവെടുക്കുന്നതിൻ്റെ തൊട്ട് 2 ദിവസം മുമ്പ് കീടനാശിനി പ്രയോഗം നടത്തുന്ന പരിപാടിയൊക്കെ അവസാനിപ്പിക്കണം. അതായത് ഈ ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് എന്നുള്ള കാര്യം പിന്തുടരണം കർഷകർ പൊതുവെ. അതെ, നല്ലതാണ് അങ്ങനെയൊക്കെ തുടരുവാണെങ്കിൽ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു തവണ വിളവെടുത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മരുന്ന് തളിക്കുകയും പിന്നീട് അടുത്ത വിളവെടുപ്പിന് ഒരു 2 ആഴ്ചയെങ്കിലും മുമ്പ് മരുന്ന് തളിക്കുക, വിളവെടുക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ മരുന്ന് തളിക്കുന്നത് ഒഴിവാക്കുക, അത്തരം കാര്യങ്ങളൊക്കെ പിന്തുടരണം, അല്ലേ? അതെ അതെ. പ്രധാനമായിട്ട് ഈ പ്രദേശങ്ങളിൽ ഏതിനം ഏലമാണ് കൃഷി ചെയ്തു വരുന്നത്? ഇവിടെ പ്രധാനമായിട്ട് ഞള്ളാനി ഒക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം PV2 അതുപോലെ തന്നെ പുതിയ ഇനം ഏലം ഒക്കെ ആയി വരുന്നുണ്ട്. ഞാൻ കൃഷി ചെയ്യുന്നത് എൻ്റെ ഇടത്തിലുള്ള ഈ ഞള്ളാനി പട്ട ആണ്. ഒറ്റച്ചിമ്പെന്നൊക്കെയാണ് പറയുന്നത്. ആണ് ഏറ്റവും കൂടുതൽ വിളവ് തരുന്നത്. ഈ ഒറ്റച്ചിമ്പൻ നമ്മളിങ്ങനെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാളാകുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ തോതിൽ ആദായം ലഭിച്ചു തുടങ്ങും? നമ്മളിപ്പോൾ അത് നമ്മൾ തട്ട അടർത്തിയെടുത്താണ് വയ്ക്കുന്നത്. ഒരു 2 വർഷം കഴിയുമ്പം ആദായം കിട്ടും. 3-ാം വർഷത്തോടുകൂടി ആദായത്തിലേക്ക് പോകും. 3-ാം വർഷം ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ആദായം ലഭിക്കും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇപ്പോൾ തട്ട നട്ട് കഴിഞ്ഞാൽ എന്തെല്ലാം പരിചരണങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ആദായം ആകുന്നത് വരെ? അപ്പം നമ്മൾ കുഴിയെടുത്തിട്ട് അതിനകത്ത് കമ്പോസ്റ്റൊക്കെ ഇട്ട് പിന്നെ മണ്ണ് പരിശോധിക്കില്ല. അപ്പം കുറച്ച് കുമ്മായൊക്കെ ഇട്ട് അതൊരു പാകത്തിലാക്കി ചാണകപ്പൊടി, വേപ്പ് മണ്ണാക്ക്, ട്രൈക്കോഡർമ എല്ലാം ചേർത്ത് ഒന്ന് വിളയിച്ച് ഈ തട്ട വയ്ക്കുന്നത്. അതിന് ശേഷം ഒരു 6 മാസം കഴിയുമ്പോൾ, അതായത് നമ്മൾ വേരെല്ലാം പിടിച്ച് ഇതിൻ്റെ ചിമ്പൊക്കെ അടിച്ച് വരുമ്പം ചെറിയ തോതിൽ അതിന് പ്രിസ്ക്രൈബ്ഡ് വളങ്ങളുണ്ട്. അത് വളർന്നു വരാനും ചിമ്പടിക്കാനും വീണ്ടും പല പല കാര്യങ്ങളൊക്കെ ചെയ്യും. ചാണകവെള്ളം പുളിപ്പിച്ചൊഴിക്കും, കടലപ്പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിക്കും. പിന്നെ മാർക്കറ്റിൽ ഈ ചിമ്പടിച്ച് വരാനും പെട്ടെന്ന് ഇത് വളർന്നു വരാനുള്ള എല്ലാവിധ നാനോ വളങ്ങളും അല്ലാത്ത വളങ്ങളും കോമ്പൗണ്ട് വളങ്ങളെല്ലാം വിപണിയിലുണ്ട്. അതെല്ലാ കർഷകർക്കും അറിയാം. പിന്നീട് നമ്മളിത് കളയൊരുക്കുകയും അതുപോലെ ഏലം തന്നെ ഒരുക്കി നിർത്തുകയൊക്കെ ചെയ്യണ്ടേ? അത് കളയെടുക്കണം, കവാത്തെടുപ്പുണ്ട്. അതൊരു വലിയ ശ്രമകരമായ പണിയാണ്. അപ്പം അതിൻ്റെ പരിസരവും ഏലത്തിൻ്റെ ചുറ്റും നല്ല വൃത്തിയായിരിക്കണം. കീടങ്ങൾ അതുപോലെ തന്നെ കവാത്തെടുത്തിൻ്റെ അഴുകിയ തട്ടുകളൊക്കെ കുഴിച്ചു മൂടണം, അല്ലെങ്കിൽ വീണ്ടും കീടങ്ങളെല്ലാം പെരുകിക്കൊണ്ടിരിക്കും. അപ്പോൾ തോട്ടം നല്ല രീതിയിൽ വൃത്തിയായിട്ട് പരിചരിക്കണം. പിന്നീട് നമ്മളിത് നല്ല ആദായമായി കഴിഞ്ഞാൽ ഇപ്പോൾ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ജലസേചന കാര്യങ്ങൾ നടത്തണം, അതുപോലെ മരങ്ങളൊക്കെ വെട്ടിയൊരുക്കുക, അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? ഈ മരങ്ങൾ ഒതുക്കുന്നതിനെ സംബന്ധിച്ച് 2 അഭിപ്രായമുണ്ട്. നമ്മുടെ സ്പൈസസ് ബോർഡ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് ഷെയ്ഡ് വെട്ടി അങ്ങനെ കളയരുന്നതാണ്. അതാണ് ഏറ്റവും നല്ലത്. പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ ഈ കൃഷി ചെയ്യണം. പക്ഷെ നമ്മുടെ കർഷകർ ഈ മൊത്തം മരങ്ങളും മണ്ട മുറിച്ച് കളയും, അമിതമായ ലാഭം നോക്കി. എന്നിട്ട് വേനൽക്കാലത്ത് അമിതമായ വെള്ളം വേണം. പിന്നെ ഗ്രീൻ ഷെയ്ഡ് നെറ്റൊക്കെ വലിച്ചു കെട്ടി ഈ പ്രകൃതിയിലുള്ള വെള്ളം മുഴുവൻ, കുടിക്കുന്ന വെള്ളം പോലും ഏലത്തിന് കൊടുത്ത് ഒരു പ്രവണത കാണുന്നുണ്ട്. അതുകൊണ്ട് മരങ്ങൾ മൊത്തം കൊമ്പറക്കുന്ന ആ പ്രവണതയോട് എനിക്ക് യോജിപ്പില്ല. ഞാനത് ചെയ്യാറില്ല. അപ്പോൾ ഈ മരങ്ങളുള്ളതുകൊണ്ട് അവരും വെള്ളം പ്രദാനം ചെയ്യും ചെടികൾക്കൊക്കെ. കുറച്ച് ആദായം കുറയുന്നുള്ളൂ. പക്ഷേ അത് മരങ്ങൾ ഇറക്കി മൊത്തത്തിൽ സൂര്യപ്രകാശം ഇങ്ങോട്ട് ചെടിക്ക് ആവാഹിച്ചെടുക്കാൻ പര്യാപ്തമായ രീതിയിൽ മരങ്ങളൊക്കെ ഇറക്കിയിട്ട് വേനൽക്കാലത്തെ പ്രതിസന്ധി അതിജീവിക്കാൻ കർഷകർക്ക് ഒരുപാട് ചെലവ് വരും. അത് നമ്മൾ മുൻകൂട്ടി കാണണം.
തന്നെയല്ല ഈ മരങ്ങൾ ഇങ്ങനെ അധികം വെട്ടിക്കളയാതെ നിർത്തി കഴിഞ്ഞാൽ ഏലത്തിന്റെ ചുവട്ടിലും ഒക്കെ ഈ തണുപ്പ് അല്ലെങ്കിൽ ജലാംശം നിലനിൽക്കുകയും ചെയ്യും. വരും. പിന്നെ തേനീച്ചയ്ക്ക് പരാഗണം നടത്താൻ ഒരു കൃത്രിമമായ മാർഗം ഏലത്തിലില്ല. വിളവെടുപ്പിനും പരാഗണത്തിനും ഏലത്തിൽ കൃത്രിമ മാർഗങ്ങളില്ല. അത് നമുക്ക് സ്വാഭാവികമായിട്ട് നടത്തണം. അങ്ങനെ സ്വാഭാവികമായിട്ട് പരാഗണം നടക്കണമെങ്കിൽ തേനീച്ച ഉണ്ടാവണം. ആ തേനീച്ച ഉണ്ടാവണമെങ്കിൽ അവിടെ ഈ മരങ്ങൾ, ഏലത്തിന് ഷേഡിനുള്ള മരങ്ങൾ ഇഷ്ടംപോലെ പൂവുണ്ടാവണം. അതാണ് ചെയ്ത്. ഇപ്പോൾ നമ്മൾ കർഷകർ ചെയ്യുന്നത് പൂക്കാൻ വേണ്ടി കൃത്രിമമായ വളങ്ങളും ഒക്കെ കീടനാശിനിക്കാർ നമ്മുടെ സ്ഥലത്ത് കൊണ്ടുവരും. അതെല്ലാം ഒരു പ്രാവശ്യം പൂക്കും, അതുകൊണ്ട് ചെടിയോട് കൂടി നശിച്ചു പോകുന്ന പ്രവണതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മരം കൂടുതൽ വെട്ടിക്കളയരുത്. അത് ഇതിൻ്റെ ഉൽപ്പാദനത്തെ സാരമായി ബാധിക്കും. സാറേ, പ്രധാനമായിട്ട് ഈ ഏലത്തെ ബാധിക്കുന്ന കീടങ്ങള്, രോഗങ്ങള്, അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കീടങ്ങൾ നമുക്ക് പ്രധാനമായിട്ടുള്ള തണ്ടുവരപ്പനാണ്. തണ്ടിലാണ് ഇവൻ ഇരിക്കുന്നത്. അത് ചെടി നശിച്ചു പോകും. അതിന് ഫലപ്രദമായ മരുന്നുകളുണ്ട്, വിപണിയിലുണ്ട്. പിന്നെ ഇതിൻ്റെ ചൊറി ബാധിക്കും. അതിന് വിപണി കുറവാണ്. ഈ ചൊറി ബാധിച്ചാൽ ആ കായ്ക്ക് വിപണന സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതിനും മരുന്നുണ്ട്. ഇത് രണ്ടുമാണ്. പിന്നെ അഴുകൽ രോഗമുണ്ട്, തട്ടമറിച്ചിലുണ്ട്, വേരുപുഴുണ്ട്, മണ്ണിനെ, അങ്ങനെ വിവിധ ഇനം കീടങ്ങൾ ആക്രമിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇതിനെപ്പറ്റി ഒരു അവബോധം കർഷകർക്കുണ്ടാവണം. എന്തെല്ലാം അസുഖങ്ങൾ, ഏതെല്ലാം കാര്യം, അതിനെല്ലാം ട്രെയിനിങ് അനിവാര്യമാണ്. ഇതെല്ലാം നമുക്കിവിടെ ഈ സമൂഹത്തിൽ കിട്ടുന്നുണ്ട്. സാറ് പഠനശേഷം മറ്റ് ജോലി കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലേ? അതോ ജോലി ഉണ്ടായിരുന്നോ? ഞാൻ പഠനത്തിന് ശേഷം ഞാൻ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്ത ആളാണ്. 26 വർഷം ഗവൺമെൻറ് സർവീസിലായിരുന്നു. ഞാൻ ട്രഷറി വകുപ്പിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് റിട്ടയർമെൻറ്റിന് ശേഷമാണ് യഥാർത്ഥം ഞാൻ കൃഷി ചെയ്യുന്നത്. എനിക്ക് സ്വന്തമായിട്ട് 4 ഏക്കർ സ്ഥലം കൂടാതെ മറ്റ് ഭക്ഷ്യവിളകളൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി ഞാൻ ലീസിനെടുത്ത് മറ്റ് സ്ഥലങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോഴില്ല, കുറച്ച് നാൾ 3-4 ഏക്കർ ഈ വാഴ, അതുപോലെ ചോളം, അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ മറ്റുള്ള സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അത് നഷ്ടമായിപ്പോയി. അങ്ങനെ പാട്ടം എടുത്ത് ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുമ്പോൾ വലിയ നഷ്ടം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നിർത്തിക്കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ട് ഈ ഏലം, കുരുമുളകും മാത്രമാണ് കൃഷി ചെയ്യുന്നത് അല്ലേ? അതെ. പിന്നെ ഇവിടെ എക്കോഷോപ്പ് നടത്തുന്നു. ഇവിടെ നമ്മൾ ഇതിൻ്റെ വിപണി ഒരു പ്രശ്നമായിട്ട് വന്നപ്പം, ഈ പച്ചക്കറി കൃഷി ചെയ്തപ്പം ഞാൻ കൃഷി വകുപ്പായിട്ട് ബന്ധപ്പെട്ട് ഒരു എക്കോഷോപ്പ് അനുവദിക്കുകയും, ചെറിയ എക്കോഷോപ്പ് എന്ന് പറയുമ്പോൾ കൃഷി വകുപ്പിൻ്റെ ഒരു ചെറിയ യൂണിറ്റാണ്. അത് തൂക്കുപാലത്ത് കഴിഞ്ഞ 6 വർഷമായി ഞാനത് എൻ്റെ നേതൃത്വത്തിൽ 7 അംഗ കമ്മിറ്റി കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി വിൽക്കാനുള്ള ചെറിയ സംവിധാനമുണ്ട്. വീട്ടിലാർക്കുണ്ട്? വീട്ടിൽ ഭാര്യ ഉണ്ട്, വീട്ടമ്മയാണ്. ഞങ്ങളൊരു വ്യവസായ സംരംഭം നടത്തുന്നുണ്ട്. അത് ഈ കൃഷിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സംരംഭമാണ്. അപ്പോൾ നമ്മുടെ ചക്ക, അതുപോലെ തന്നെ പഴങ്ങളെ ഈ പ്രകൃതിയിൽ ഇവിടെ വെറുതെ പോകുന്നതെല്ലാം സംസ്കരിച്ച് വിപണന രംഗത്ത് ഇറക്കുന്ന ഒരു ചെറിയ പദ്ധതി വ്യവസായ വകുപ്പിൻ്റെ സഹായത്തോടെ ഇപ്പം ചെയ്യുന്നുണ്ട്. അത് ചെറിയൊരു ഉപജീവന മാർഗമാണത്. അപ്പോൾ ഒരു വീട്ടിലൊരു സംരംഭം കർഷകർക്ക് നടത്തുന്നതല്ല. അപ്പോൾ നമ്മളത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം ചക്ക ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ചക്ക സീസൺ കാലത്ത് ഇത് വെറുതെ കളയും, 5 പൈസ കിട്ടുകയില്ല. നിന്നാൽ ഏലത്തിനിടയ്ക്ക് നിന്നാൽ താഴെ വീണ പന്നി വരും. അപ്പോൾ ഇത് സംസ്കരിച്ച് നല്ല ഡ്രയർ യൂണിറ്റിലൊക്കെ പെടുത്തി സംസ്കരിച്ച് ഏറ്റവും നല്ലൊരു വിപണിയായിട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ. കുറേയൊക്കെ ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഉൽപ്പന്നം നമ്മൾ സംസ്കരിക്കുകയും നമ്മൾ വിപണി ചെയ്യുകയും, അങ്ങനെ കർഷകർ ഓരോരുത്തരും അങ്ങനെ വരണം. ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ വിപണിയെ ആശ്രയിച്ച് കൃഷി ചെയ്യാൻ പോയാൽ നമുക്ക് ചില തിരിച്ചടികളുണ്ടാകും. മക്കളെ ഒരാണ്, ഒരു പെൺകുട്ടി, മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. മകൻ ഇവിടെ കോൺട്രാക്ട് ഫീൽഡിലൊക്കെയാണ് ചെറിയ. അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ ഏലം കൃഷിയിൽ ഇപ്പോൾ ലഭിക്കുന്ന വില ആദായകരമാണോ? ഇപ്പോൾ നോർമലായിട്ടൊരു വിലയുണ്ട്. 1700 രൂപയ്ക്ക് ഉണ്ട്. ചെറിയ ആശ്വാസം ഉണ്ടാകരുതി. ഒരു 1500 താഴെ പോയാൽ ആ കർഷകന് നഷ്ടം വരും. ഈ യുവജനങ്ങളെയും ഒക്കെ കൃഷിയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിനും, അതുപോലെ തന്നെ ഈ നല്ല ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തുന്നതിനും, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 വർഷം മുമ്പ് വരെ ഏലം പൊതുവെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് അല്ലെങ്കിൽ ഉണക്കിയെടുക്കുമ്പോൾ എല്ലാവരും കളർ ചേർത്ത് ഉണങ്ങുമായിരുന്നു. ഇപ്പോൾ അത് പാടായി ഇല്ലാതായിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി എന്ത് നടപടികൾ ഉണ്ടാകണമെന്നാണ് സാറിൻ്റെ ഒരു അഭിപ്രായം? അത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഏലം ഒരു വ്യവസായമാണല്ലോ, കൃഷിയല്ല. അപ്പോൾ അതിനകത്ത് ഈ ഡ്രയർ യൂണിറ്റുകളാണ് വ്യവസായത്തിൻ്റെ ഒരു വലിയ ഭാഗം. അപ്പോൾ എനിക്ക് ഡ്രയർ ഉണ്ടായിരുന്ന ആളാണ്, ഏറ്റവും സംസ്കരണ കേന്ദ്രം നടത്തിയ ആളാണ്. അപ്പോൾ അതിനകത്ത് കളർ ചേർക്കുന്നു പറയുന്നത് തെറ്റാണ്. കാരണം ഒരിക്കലും ഒരു ഏലം ഡ്രയറുകാരൻ കളർ ചേർക്കുകയില്ല. അപ്പോൾ ഈ കൊണ്ടുവന്ന കർഷകനാണ് ഈ കളർ ചേർക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ കർഷകന് പറയും എനിക്ക് ചില ആപ്പിൾ ഗ്രീൻ ചേർത്ത് തരണം എന്ന് പറഞ്ഞ് ഈ സ്റ്റോറുകാരനെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏലം പ്രോസസ്സ് ചെയ്യുന്നത് ഞങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല ശുദ്ധവെള്ളത്തിൽ കഴുകി, ഇതൊരു മനുഷ്യന് കഴിക്കാനുള്ളതാണ് അല്ലെങ്കിൽ സായിപ്പിന് കഴിക്കാനുള്ളതാണ്, വിദേശത്ത് നമ്മുടെ ആൾക്കാർ കഴിക്കുന്ന ഒരു ബോധം ഈ സ്റ്റോർ നടത്തുന്ന ആൾക്കും കൃഷി ചെയ്യുന്ന ആൾക്കും ഉണ്ടാവണം. അത് പലർക്കും ഇല്ല. നമ്മളെ തമിഴ്നാട്ടിലെ പച്ചക്കറികൾ വിഷം ചേർത്തുമ്പോൾ നമ്മളത് വാങ്ങിയില്ല. അത് വാങ്ങാതെ നമ്മൾ സുരക്ഷിതമായ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ എന്നിട്ട് ഈ ഏലം ഈ വിഷം ചേർത്ത്
മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു ലോജിക്കില്ല. അപ്പം ഞങ്ങളൊക്കെ ചെയ്യുന്ന കൃഷിയിലിടം ഞാൻ ഈ മയിലാടും പറയുന്ന സയൻറ്റിസ്റ്റുകൾ പറയുന്ന കീടനാശിനിയാണ് അടിക്കാറുള്ളത്. അവർ വന്ന് ഇടയ്ക്ക് നോക്കാറുണ്ട്, അവർ എൻ്റെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ പോയി ഞാൻ ചോദിക്കാറുണ്ട്. അല്ല, നിരോധിച്ച കീടനാശിനികളൊക്കെ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ അതെല്ലാം ചേർത്ത് അടിച്ച് വിഷം ഉണ്ടാക്കി ഈ ഏലം സംസ്കരിച്ച് അവിടെയും കളർ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇനി വിലയിടിവുള്ളത്. ഇതെല്ലാം വിദേശത്ത് ഭക്ഷ്യസുരക്ഷ നിലനിർത്തുന്ന രാജ്യങ്ങളിലെല്ലാം ഇതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ആ ബോധം നമ്മുടെ കൃഷിക്കാർക്ക് ഉണ്ടാവണം. അപ്പോൾ എല്ലാവരും കൂടെ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ശുദ്ധമായ ഏലക്ക ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഏലക്ക ഉൽപ്പാദിപ്പിക്കുന്ന താലൂക്കാണല്ലോ ഉടുമ്പൻചോല. അപ്പോൾ ഇവിടുത്തെ ഈ സമ്പദ്ഘടന, കേരളത്തിന്റെ സമ്പദ്ഘടന നിയന്ത്രിക്കുന്ന ഒരു താലൂക്കായത്. അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ ജോലി എത്തുന്നത്. അപ്പം നമ്മുടെ ഇപ്പം നേരത്തെ സാർ സൂചിപ്പിച്ച കണക്ക് ചെറുപ്പക്കാർക്ക് ഇതിനകത്ത് വലിയ റോളുണ്ട്. ഈ കൃഷി എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്ക് ഈ അഗ്രികൾച്ചർ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട്, അതുമായിട്ട് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി ഇന്ന് ഇപ്പോൾ ചെറിയ നല്ല നടപടിക്രമങ്ങളൊക്കെ സ്കൂളുകളിലൊക്കെ ഉണ്ട്. സ്കൂളുകളിലെല്ലാം കൃഷി പഠിപ്പിക്കുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്, കൃഷി ഒരു സിലബസായിട്ട് വരുന്നുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ചെറുപ്പക്കാർക്ക് ഈ കൃഷിയിടത്ത് തൊഴിൽ കിട്ടും. അതിന് ഇസ്രായേലിലൊക്കെ ആൾക്കാർ പോകുന്ന അവിടെ കൃഷി ചെയ്യാനാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ടാവണം. എന്തായാലും ഒത്തിരി സന്തോഷം. കല്ലാർ തൂക്കുപാലത്ത് ഏലം കുരുമുളക് കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന രമേശൻ സാറാണ് ഇത്ര നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് വളരെ നന്ദി. നെടുങ്കണ്ടം തൂക്കുപാലത്തെ കർഷകനായ ശ്രീ കെ രമേശനുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ. മലയാളിയുടെ മനം കവർന്ന് റംബൂട്ടാൻ. കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ CS ജയചന്ദ്രൻ നായർ തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്ന്. പുതിയ വിളകൾ പരീക്ഷിക്കുന്നതിൽ ഉത്സുകരായ കേരളത്തിലെ കർഷകർ കണ്ടെത്തി വിജയകരമായി വളർത്തിയ മലേഷ്യൻ പഴമാണ് റംബൂട്ടാൻ. വീട്ടുവളപ്പിലും തോട്ടങ്ങളിലും കൃഷി ചെയ്യാൻ അനുയോജ്യമാണിത്. ഏകദേശം 10 മുതൽ 12 മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന റംബൂട്ടാൻ കായകളുടെ വർണ്ണഭംഗിയാൽ നല്ലൊരു അലങ്കാര വൃക്ഷവുമാണ്. മധ്യ കേരളത്തിൽ പത്തനംതിട്ട, റാന്നി, കോഴഞ്ചേരി, കോട്ടയം, കോന്നി, അയിരൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്ന് റംബൂട്ടാൻ കൃഷി വ്യാപകമായിരിക്കുന്നു. കുരുവിനെ പൊതിഞ്ഞിരിക്കുന്ന മാംസള ഭാഗമാണ് ഭക്ഷ്യയോഗ്യം. ഇതിന് ഏറിൽ എന്നാണ് പറയുക. നല്ല മധുരവും പോഷകപ്രദവുമാണ് മാംസള ഭാഗം. അന്തരീക്ഷത്തിൽ ആർദ്രതയും ഊഷ്മളതയുമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ റംബൂട്ടാൻ നന്നായി വളരും. സമുദ്രനിരപ്പിൽ നിന്ന് 600 മുതൽ 700 മീറ്റർ വരെ ഉയരമുള്ള സ്ഥലങ്ങൾ കൃഷിക്ക് അനുയോജ്യമാണ്. ഏറ്റവും യോജിച്ച താപനില 23 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. വർഷത്തിൽ 2000 മുതൽ 2800 മില്ലിലിറ്റർ വരെ മഴ ലഭിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യങ്ങളുള്ളതിനാൽ കേരളത്തിലെ സമതല പ്രദേശങ്ങളിൽ റംബൂട്ടാൻ കൃഷിക്ക് ഏറെ സാധ്യതയുണ്ട്. മണലും കളിമണ്ണും കലർന്ന മണ്ണാണ് യോജിച്ചത്. ധാരാളം ജൈവാംശവും വായുസഞ്ചാരവും നീർവാർച്ചയും വേണം. അമ്ലാംശവും ക്ഷാരാംശവും മിതമായിരിക്കണം. നടീൽ വസ്തു. റംബൂട്ടാനിൽ ആൺമരങ്ങളും പെൺമരങ്ങളും ഉള്ളതിനാൽ വിത്തു മുളപ്പിച്ച തൈകൾ നടുന്നത് അഭികാമ്യമല്ല. കൂടാതെ ഈ തൈകൾ കായ്ഫലം തരാൻ 8 മുതൽ 10 വരെ വർഷവും എടുക്കും. പെൺമരങ്ങളിൽ നിന്നും ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, പതിവയ്ക്കൽ തുടങ്ങിയ രീതികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ പെൺമരമായി വളരുമെന്ന് ഉറപ്പാക്കാം. 3 മുതൽ 4 വരെ വർഷത്തിനുള്ളിൽ ഇവ കായ്ക്കും. പതിവയ്ക്കൽ. കായ്ച്ചു തുടങ്ങിയ പെൺമരങ്ങളുടെ ശാഖയിൽ പതിവെച്ച് തൈകൾ ഉണ്ടാക്കാം. പേരയിലും മറ്റും പതിവയ്ക്കുന്ന രീതി തന്നെ അവലംബിക്കാം. 1 വർഷം പ്രായമായ 1.25 സെന്റിമീറ്റർ വ്യാസമുള്ള ശാഖകളിലാണ് പതിവയ്ക്കേണ്ടത്. കായ് പറിച്ച് 4 മാസമെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രമേ പതിവയ്ക്കാവൂ. 3 മുതൽ 4 വരെ മാസത്തിനുള്ളിൽ പതികളിൽ വേണ്ടത്ര വേരുകളുണ്ടാകും. ഇവ വേർപെടുത്തി പോട്ടിംഗ് മിശ്രിതം, അതായത് ചാണകപ്പൊടി, മണൽ, കരമണ്ണ് എന്നിവ 1:1:1 എന്ന തോതിൽ കലർത്തിയുണ്ടാക്കുന്ന മിശ്രിതം നിറച്ച പോളിത്തീൻ സഞ്ചികളിൽ നട്ട് 1 മാസം ഭാഗികമായ തണലിൽ വെച്ച് പതിവായി നനയ്ക്കണം. പിന്നീട് കൂടുതൽ വെയിൽ കിട്ടുന്നിടത്തേക്ക് മാറ്റാം. ഇങ്ങനെ പാകപ്പെടുത്തിയ തൈകൾ പറമ്പിൽ നടാം. ബഡ്ഡിംഗ്. പാച്ച് ബഡ്ഡിംഗ്, ഷീൽഡ് ബഡ്ഡിംഗ്, ഫോൾക്കർഷ് ബഡ്ഡിംഗ് എന്നീ രീതികൾ അവലംബിക്കാം.
വിത്തുപാകി മുളപ്പിച്ച് 1 വർഷം പ്രായമായ തൈകളിലാണ് ബഡ്ഡിംഗ് നടത്തുക. വിളവെടുപ്പിനു ശേഷം 4 മാസം കഴിഞ്ഞാണ് ബഡ്ഡുകൾ എടുക്കേണ്ടത്. ബഡ്ഡെടുക്കുന്ന ശാഖകളിലെ ഇലകൾ 2 ആഴ്ച മുമ്പ് തന്നെ 1/4 ഭാഗം നീക്കണം. മഴക്കാലമാണ് ബഡ്ഡിങ്ങിന് പറ്റിയ സമയം. ഗ്രാഫ്റ്റുകൾ. മാവിലും പ്ലാവിലും ചെയ്യുന്ന അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് രീതി റംബൂട്ടാനിലും ഫലപ്രദമാണ്. 1 വർഷം പ്രായമായ തൈകൾ സ്റ്റോക്ക് തൈ ആയി ഉപയോഗിക്കാം. നടീൽ. മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ടു മുൻപോ വലിയ മഴ കഴിഞ്ഞോ തൈ നടാം. 1 മീറ്റർ നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികൾ തയ്യാറാക്കി 25 കിലോഗ്രാം ജൈവവളം, 2 കിലോ എല്ലുപൊടി, മേൽമണ്ണ് എന്നിവ കലർത്തിയ മിശ്രിതം കൊണ്ട് നിറയ്ക്കണം. 1 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. തൈകൾക്ക് തണൽ നൽകണം. കുറ്റി നാട്ടി ചേർത്ത് കെട്ടുകയും വേണം. മണ്ണനങ്ങാതെ ക്രമമായി നനയ്ക്കുക. മണ്ണിന്റെ ഫലപുഷ്ടിക്കനുസരിച്ച് 2 മരങ്ങൾ തമ്മിൽ 10 മുതൽ 12 മീറ്റർ വരെ അകലം പാലിക്കണം. വേനൽക്കാലത്ത് 2-3 ദിവസത്തിലൊരിക്കൽ നനയ്ക്കണം. തടത്തിൽ പുതയിടണം. മഴയ്ക്ക് മുൻപായി 20 മുതൽ 25 സെന്റിമീറ്റർ ആഴത്തിൽ ഇടകിളച്ച് മണ്ണിളക്കണം. ഒരേ ഇനം തന്നെ നടാതെ തോട്ടത്തിൽ പല ഇനങ്ങൾ ഒരുമിച്ച് നടുന്നത് പരാഗണം ശരിയായി നടക്കാനും കായ് പിടിക്കാനും സഹായകമാണ്. ഫലവും വിളവെടുപ്പും. ഒട്ടുതൈകൾ 3 മുതൽ 4 വരെ വർഷത്തിനുള്ളിൽ കായ്ക്കും. കായ് പാകമാകാൻ 3-3.5 മാസം വേണം. കായകൾക്ക് ഇനഭേദമനുസരിച്ച് ചുവപ്പോ മഞ്ഞയോ നിറമാകാം. പല സമയത്ത് കായകൾ വിളയുന്നതിനാൽ പാകമാകുന്ന ക്രമത്തിൽ അവ വിളവെടുക്കേണ്ടി വരും. പാകമാകാത്ത കായകൾ പറിച്ചാൽ നന്നാകില്ല. വവ്വാൽ, മരപ്പട്ടി, അണ്ണാൻ, എലി തുടങ്ങിയ സസ്തനികൾ പഴുത്ത കായകൾ നശിപ്പിക്കാറുണ്ട്. പഴങ്ങൾ മൂക്കുമ്പോൾ കണ്ണിയടുപ്പമുള്ള നൈലോൺ വലകൾ ഉപയോഗിച്ച് മരങ്ങൾ മൂടുന്നത് നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും. തിങ്ങി വളരുന്ന കമ്പുകൾ ക്രമമായി കോതി ഒതുക്കി വായു സഞ്ചാരവും സൂര്യപ്രകാശവും ചില്ലകൾക്കിടയിലൂടെ കടത്തിവിടാം. ഉണങ്ങിയ ശിഖരങ്ങൾ നീക്കണം. വിളവെടുപ്പിനോടൊപ്പം കൊമ്പുകോതലും നടത്താം. 10 മുതൽ 12 വരെ വർഷം പ്രായമായ മരത്തിൽ നിന്ന് ശരാശരി 25-30 കിലോ വിളവ് ലഭിക്കും. മറ്റു രാജ്യങ്ങളിൽ 60 കിലോയോ അതിലധികമോ വിളവ് ലഭിക്കുന്നുണ്ട്. പെട്ടെന്ന് കേടാകുന്നതിനാൽ കായ് 4-5 ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കണം. ശീതീകരിച്ചാൽ 2 ആഴ്ചയോളം കേടാകുകയില്ല. ശീതീകരണികളിൽ 10 ഡിഗ്രി സെൽഷ്യസ് താപനിലയും 95% ആർദ്രതയും വേണം. സസ്യസംരക്ഷണം. അടുത്ത കാലത്ത് മാത്രം കൃഷി തുടങ്ങിയതിനാൽ അധികം രോഗകീടബാധകൾ കാണാറില്ല. മാലത്തിയോൺ, ഇക്കാലക്സ് എന്നിവ 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചാൽ ഒട്ടുമിക്ക പ്രാണികളെയും തുരത്താം. ജൈവരീതിയിൽ നിംബിഡിൻ, നിംബിസിഡിൻ തുടങ്ങിയ കീടനാശിനികൾ 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി പ്രയോഗിക്കാം. ഇലകളെയും കായ്കളെയും ബാധിക്കുന്ന പൗഡറി മിൽഡ്യൂ, ആന്ത്രാക്നോസ്, കായ് അഴുകൽ, കൊമ്പുണക്കം തുടങ്ങിയ രോഗങ്ങൾക്ക് ബോർഡോ മിശ്രിതം, മാൻകോസെബ് തുടങ്ങിയ കുമിൾ നാശിനികൾ പ്രയോഗിക്കാം. രോഗകീടബാധ കണ്ടാൽ വിദഗ്ധോപദേശം തേടിയ ശേഷം മാത്രം നിയന്ത്രണ നടപടികൾ സ്വീകരിക്കുന്നതാകും ഉചിതം. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.